ആമേൻ. സ്തോത്രം. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് യൂട്യൂബ് ചാനൽ വഴി ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഷെയർ ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. അനേകർക്ക് കാണുവാൻ കഴിയാത്ത ഒരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് കർത്താവിൽ സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ നമുക്കെല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ ആലോചന കർത്താവ് നൽകിയിട്ടുണ്ട്. അത് നിങ്ങളുമായി ഷെയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ രാവിലെ ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുന്നു. 18-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 17-ാമത്തെ വാക്യം. സങ്കീർത്തനം 18 അതിൻ്റെ 17. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവർ ആയിരുന്നു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. 17-ാമത്തെ വാക്യം 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ വലിയൊരു അധ്യായമാണ്. ഏകദേശം 50ഓളം വാക്യങ്ങളടങ്ങുന്ന ഒരു അധ്യായമാണ്. ആ ഒരു അധ്യായത്തിനകത്ത് നിന്ന് ആ വാക്യങ്ങൾ അടങ്ങുന്ന ഒരു അധ്യായത്തിനകത്ത് നിന്ന് ഈ 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്: ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം നമുക്കറിയാം. എപ്പോഴും ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. താൻ ദൈവം തനിക്ക് ചെയ്ത നന്മകളെ ഓർത്തും അനുഗ്രഹങ്ങളെ ഓർത്തും എപ്പോഴും നന്ദി കാണിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. എന്നാൽ ഈ സങ്കീർത്തന ഭാഗം നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ ദാവീദിൻ്റെ മുമ്പിൽ വന്നവരൊന്നും ബലമില്ലാത്തവരല്ല. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നാണ് ദൈവം ദാവീദിനെ വിടുവിച്ചത്. ബലമുള്ള ശത്രു. അപ്പോൾ ശത്രു ആരായിരിക്കും? നമുക്ക് നേരെ നിൽക്കുന്നത് ബലമുള്ള ശത്രുവായിരിക്കും. പക്ഷേ അവൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയത്തില്ല. എത്ര ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞാലും, എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും ഇവരാരും നമ്മെ സഹായിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സമ്പത്ത് നമുക്കുള്ളപ്പോൾ, നമ്മുടെ കയ്യിൽ നന്മകൾ വരുമ്പോൾ, നമ്മുടെ കയ്യിൽ സ്തോത്രം അനുഗ്രഹങ്ങൾ ഉള്ളപ്പോൾ മാത്രം നമ്മെ സ്നേഹിക്കാൻ ഒരു കൂട്ടരുണ്ടാകും. പക്ഷെ നമ്മളിൽ നന്മകളൊന്നുമില്ലെങ്കിൽ, നമ്മുടെ കയ്യിൽ പൈസയോ മറ്റൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഇവരാരും നമ്മുടെ പിന്നാലെ കാണത്തില്ല. അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. സ്തോത്രം. ദൈവപൈതലേ, പൈസ എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മെ ചുമന്നുകൊണ്ട് നടക്കും. ഇല്ലേ? സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ മുൻപിലിരിക്കുന്ന ഒരു ഭിക്ഷക്കാരൻ, അവനെ രാവിലെ ചുമന്നുകൊണ്ട് അവിടെ വയ്ക്കുന്നത്. കാരണമുണ്ടല്ലോ, ചുമന്നുകൊണ്ട് വരുന്നവനൊരു പ്രത്യാശയുണ്ട്. എന്താ കാര്യം? ചുമന്നുകൊണ്ട് വരുന്നൊരു കാര്യമുണ്ട്. ആ മുടന്തനെ ചുമന്നുകൊണ്ട് വന്ന് അവിടെ ഇരുത്തും. അപ്പോ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതം അവനുള്ളതാ. 1000 രൂപ കിട്ടിയാൽ 500 രൂപ അവനാ. കാരണം അവനാ ചുമന്നുകൊണ്ടിരുത്തുന്നത്. പക്ഷെ അവന് നന്മയില്ലെങ്കിൽ, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ തമ്മിൽ, എന്നെ നീ ചുമന്നുകൊണ്ട് അവിടെ ഇരുത്തിയാൽ കിട്ടുന്നതിൽ പപ്പാതി. കാരണം ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. അങ്ങനെ അവർ തമ്മിലൊരു കോൺട്രാക്ട് ഫേസിലാണ് അവർ പൊയ്ക്കൊണ്ടിരുന്നത്. അവിടെ ആ പൊന്ന് കൊണ്ടുവരുന്നവരുണ്ട്, വെള്ളി കൊണ്ടുവരുന്നവരുണ്ട്. അങ്ങനെ തുടങ്ങി ഒത്തിരി നന്മകൾ ആലയത്തിലേക്ക് വരാറുണ്ട്. ആലയത്തിൻ്റെ പേരേ സുന്ദരമെന്ന ദേവാലയമാണ്. അപ്പോൾ ഈ ആലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഗോപുരത്തിൻ്റെ അടുത്തിരിക്കുക വഴിയിൽ. അപ്പോൾ വരുന്നവരോടെല്ലാം ഭിക്ഷ യാചിക്കും. നോക്കൂ, നേട്ടമില്ലാതെ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാകും? പറ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നേട്ടമില്ലാതെ ഒരാൾ പോലും നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ല. കാരണം ഒരു തേനീച്ച ഒരു പൂവിനെ ചുറ്റി വളയുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ എത്ര അതിനെ ഓട്ടിച്ചാലും അത് പോകത്തില്ല. കാരണം എന്തുകൊണ്ട്? അതിനെ പിൻപറ്റിയാൽ അതിനുള്ള തേന് കിട്ടും. പ്രൈസ് ദി ലോർഡ്.
ആമേൻ, പ്രസ്തുത അതിൽ തേനില്ലാത്ത ഒരു പൂവാണെങ്കിൽ ഉറപ്പായിട്ടും തേനീച്ച അവിടെ ഒന്നും ആ പരിസരത്തെ കാണത്തില്ല. സ്തോത്രം. അപ്പോൾ ഈ സുന്ദരമന്ദ ദേവാലയത്തിന്റെ മുൻപിൽ കൊണ്ടിരുത്തിയിരിക്കുന്ന ഈ ഭിക്ഷക്കാരനെ, ആമേൻ, യോഹന്നാനും പത്രോസും അവിടെ വന്നപ്പോ അവരെ തുറിച്ചു നോക്കിയെന്ന് അവിടെ പറഞ്ഞു. തുറിച്ചു നോക്കി. അവരെന്ത് ചെയ്തു? തുറിച്ചു നോക്കി. അപ്പൊ തുറിച്ചു നോക്കിയപ്പോ യോഹന്നാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? പൊന്നും വെള്ളിയും എൻ്റെ പക്കൽ ഇല്ല. പ്രൈസ് ദി ലോർഡ്. പൊന്നും വെള്ളിയും എൻ്റെ പക്കൽ ഇല്ല. നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ എണീറ്റു. അവർ ക്ഷണത്തിൽ അവന്റെ കയ്യെ കയറി എന്ത് ചെയ്തു? പിടിച്ചു. അവൻ എണീറ്റു, നടക്കാൻ തുടങ്ങി. നോക്കൂ, ഇന്ന് പകലിൽ ചിലത് നടക്കാൻ പോകയാ. നിന്റെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്ന അധ്യായങ്ങൾ കർത്താവ് തുറക്കാൻ പോകയാട്ടോ. പ്രൈസ് ദി ലോർഡ്. അടഞ്ഞിരിക്കുന്ന അധ്യായം ഇനി മേലിൽ തുറക്കത്തില്ല എന്ന് പറഞ്ഞ് ശത്രു അടച്ച് ബന്ധിച്ചു വച്ചിരിക്കുന്ന ചില നന്മകൾ, സ്തോത്രം, നിന്റെ മുമ്പിൽ തുറന്നു വരുന്ന പകൽക്കാലമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കൂ, ഈ സുന്ദരമന്ദ ദേവാലയത്തിന്റെ മുമ്പിൽ ഭിക്ഷാടനത്തിനായിരുന്ന മനുഷ്യൻ, ആമേൻ, യേശുവിന്റെ നാമത്തിൽ എണീറ്റ് നടക്കാന്ന് പറഞ്ഞപ്പോൾ അവൻ എണീറ്റ് നടന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ നിന്റെ ജീവിതത്തിന്റെ മേഖലയിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ മേഖലയ്ക്കകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോയ, ആമേൻ. എന്തെന്നറിയാമോ? കർത്താവ് നിന്റെ മേൽ ഇറങ്ങി വന്ന് നിന്നിൽ കൂടെ അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവ പൈതലേ, ആമേൻ, ഹല്ലേലൂയ. ആ പദ്ധതി ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകയാ. നോക്കൂ, അവ ഭിക്ഷയ്ക്ക് കൊണ്ടിരുത്തിയവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ പേടിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. അവൻ പേടിച്ച്, ഹല്ലേലൂയ, അവന്റെ വരുമാനം നിന്നു. ഹല്ലേലൂയ. അവൻ നടന്നില്ലേ, അതുകൊണ്ട് അവന്റെ വരുമാനം നിന്നു. ഇനി അവന്റെ പിന്നാലെ അവൻ പിന്തുടരുകയില്ല. കാരണം ഇനി അവനെ കൊണ്ട് ഈ നടക്കുന്നവൻ ആവശ്യമില്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എത്ര വലിയവനെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശു അപ്പച്ചൻ നിന്നെ താങ്ങിയാൽ, ദൈവകുഞ്ഞെ, എൻ്റെ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, മുഴുവൻ നിനക്ക് വിരോധമായി നിന്നാലും, ഈ ഉലകം മുഴുവൻ നിനക്ക് വിരോധമായി നിന്നാലും, യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ഒരു കേടും സംഭവിക്കില്ല. നിനക്ക് എല്ലാ വഴികളും ദൈവം നിനക്ക് തുറന്നു തരും. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ഒരു മനുഷ്യനും അത് അടയ്ക്കാനും കഴിയില്ല. ആർക്കും അടയ്ക്കാൻ കഴിയില്ല. ദൈവം ഒന്ന് നിനക്ക് വേണ്ടി തുറന്നാൽ, ഈ ഉലകം മുഴുവൻ വിചാരിച്ചാൽ പോലും, ഇനി എന്തെല്ലാം നിയമങ്ങൾ നിനക്കെതിരെ എണീറ്റാലും, ദൈവം തുറന്നതിനെ അടയ്ക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. സ്തോത്രം. അവൻ എണീറ്റു. ആമേൻ. ദൈവനാമത്തെ ഉയർത്തിയും പാടിയും തുള്ളിയും ചാടിയും അവൻ ആ ദേശം മുഴുവനും നടന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പത്രോസിനും യോഹന്നാനും ഈ മനുഷ്യനെ നടത്താനുള്ള കൃപ ലഭിച്ചെങ്കിൽ, ദൈവപൈതലെ, ഇന്ന് പകൽക്കാലം പറ, പൊന്നോ വെള്ളിയോ എൻ്റെ പക്കലില്ല. ചിലതിന്ന് പകൽക്കാലം ചാടി എണീക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കേവലം ഒരു ഉപവാസ പ്രാർത്ഥന വയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ആകരുത് ആത്മീക മണ്ഡലം. 24/24 എല്ലായ്പ്പോഴും ജീവിതത്തിൻ്റെ മേഖലയിൽ നരിയാണി മുതൽ നെറുക വരെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. ഇവിടെ വായിച്ചത് എന്താണെന്നറിയാമോ? ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും, ആമേൻ, എതിരെ നിൽക്കുന്നവൻ ബലവാനാണെങ്കിൽ അതിനേക്കാൾ ബലവാൻ നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. എതിരെ നിൽക്കുന്നവൻ കരുത്തനാണെങ്കിൽ അവനേക്കാൾ കരുത്തൻ നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എതിരെ നിൽക്കുന്നവൻ,
ആമേൻ, സ്തോത്രം. അതിശക്തനാണെങ്കിൽ അതിനേക്കാൾ ഉന്നതൻ നമ്മുടെ മേലുണ്ട്. കാരണം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും കണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇന്ന് പകൽക്കാലം സഞ്ചരിക്കാൻ പോകുകയാണ്. ആമേൻ. നിന്റെ വീട്ടുകാരോ നാട്ടുകാരോ ബന്ധുക്കളോ സ്വന്തക്കാരോ കൂടപ്പുറപ്പുകളോ ആമേൻ നിന്നെ സ്നേഹിക്കുന്നവരോ ആരോ നിന്നെ വിട്ടുപോകട്ടെ, വിഷയമല്ല. യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അന്ത്യത്തോളം 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 നടത്താൻ എൻ്റെ കർത്താവ് സർവശക്തനാണ്. അന്ത്യത്തോളം നടത്താൻ, ഹല്ലേലൂയ, അന്ത്യത്തോളം നടത്താൻ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെയോ ദൈവാലോചന പറയുന്നു. അന്ത്യത്തോളം നടത്താൻ ഈ കർത്താവ് ഇന്ന് പകൽ നിങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി നിൽപ്പുണ്ട്. ദൈവത്തിലെ നിന്നെ ലക്ഷ്യം വെച്ച് നിന്നെ ഫോക്കസ് ചെയ്ത് ഇറങ്ങി വന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലമുണ്ട്. മറന്നു പോകരുത്. ഈ കർത്താവിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയും പ്ലാനും ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ആയിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്നിൽ കൂടെ ഒരു കൊയ്ത്ത് ദൈവം ആരംഭിക്കാൻ പോകുകയാണ്. നോക്കൂ, 142 സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 142 6-ാമത്തെ വാക്യം. എൻ്റെ നിലവിളിക്ക് ചെവി തരേണമേ, ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലമേറിയ ആകയാൽ അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ ആരായിരിക്കുന്നു? ഏറ്റവും എളിമപ്പെട്ടവൻ. ദൈവസന്നിധിയിൽ എളിമപ്പെടുന്നവനെ ലോകത്തിൻ്റെ മുമ്പിൽ ദൈവം എളിമപ്പെടാൻ അനുവദിക്കത്തില്ല. യെസ്, ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുന്നവനെ, ദൈവത്തിൻ്റെ മുമ്പിൽ താഴുന്നവനെ ലോകത്തിൻ്റെ മുമ്പിൽ താഴ്ത്താൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കൂടെ ഇന്ന് പകൽക്കാലമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഇത് പണം കൊണ്ട് വാങ്ങുന്നതല്ല, ഇത് കഴിവ് കൊണ്ടോ കായികാഭ്യാസം കൊണ്ടോ വാങ്ങുന്നതല്ല. ഇത് എളിമ കൊണ്ട് വാങ്ങുന്നതാണ്. എളിമ. യെസ്, ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. കാരണം ഞാൻ ഏറ്റവും താണു തന്നിരിക്കുക. എന്നെ കൊണ്ട് കഴിയില്ല, നിനക്ക് സകലവും കഴിയും. പറയാൻ പറ്റുമോ ഇന്ന് പകൽക്കാലം? ഹലോ ദൈവദാസനെ, പറയാൻ പറ്റുമോ? ഹലോ ദൈവദാസിയെ, അതോ കുഞ്ഞെ, പറയാൻ പറ്റുമോ? നീ എഴുതിയിരിക്കുന്ന എക്സാമിന് നീ പരാജയപ്പെടുമെന്ന് ലോകം മുഴുവൻ പറഞ്ഞാലും ഇല്ല. ലോകത്തെ ജയിച്ചവൻ നിന്റെ കൂടെ ഇരിക്കുമ്പോൾ നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എൻ്റെ കർത്താവ് അതിശയങ്ങളുടെ ദൈവമാണ്. യെസ്, ആ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ദൈവം നിന്നെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഇന്ന് പകലിൽ ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്: ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ച്. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. ആമേൻ. പകച്ചവരുണ്ട് ഇതിനകത്ത്. ഹല്ലേലൂയ, പകച്ചവരുണ്ട്. നിന്നെ കാണുമ്പോൾ ഒരു സ്നേഹം, കാണാത്തപ്പോൾ നിന്നെ പകയ്ക്കുന്നവർ, പഴിക്കുന്നവർ, ദൂഷിക്കുന്നവർ, ഇവർ കാണെ ദൈവം നിന്നെ ഉയർത്തും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, ഈ ജനത്തിനായി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഇവരെ ദൈവം അനുഗ്രഹിക്കണം. കർത്താവ് ഇവരെ മാനിക്കണമേ. അതിരുകളെ വിശാലമാക്കണമേ. കർത്താവിന് അസാധ്യമായതൊന്നുമില്ലോ അപ്പ. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ അപ്പ. പൊന്നുയരത്തിലേക്ക് താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. അടിയനെ താഴ്ത്തുന്നു. കൃപ കൊണ്ട് പൊതിയും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.